എടോ രേണു. ഹായ് നാൻസി, നീ എന്താ ഇവിടെ? ഞാൻ എന്താ ഇവിടെയെന്നോ? ഞങ്ങൾ ഇവിടെ സെറ്റിൽഡാ, സുരഭി അപ്പാർട്ട്മെന്റ്സിൽ. ആ മറന്നു, ഇതെന്റെ ഫ്രണ്ട് ആലിസ്. ഹലോ. ഹസ്ബൻഡ് സാമുവൽ. പുള്ളിക്കാരൻ ഒരു പക്ഷിയെ പോലെ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക്, അവിടെ നിന്ന് ഡൽഹിക്ക്, പിന്നെ മദ്രാസ്, ബാംഗ്ലൂർ, അങ്ങനെ പോകുന്നു. പൈലറ്റാ, ഇന്ത്യൻ എയർലൈൻസിൽ. പുള്ളിക്കാരൻ പൈലറ്റ് ആണെന്ന് കേട്ടപ്പോ നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? തീർച്ച എന്റെ അപ്പോട്ടിന് നിന്റെ സാമുവലിനെ പരിചയം ഉണ്ടാവാതിരിക്കില്ല. എക്സ്പോർട്ടറാ, 24 hours ഫ്ലൈറ്റിലെ യാത്ര, മിക്കവാറും എയർബസിലായിരിക്കും. രേണു, നീ ഏത് ലോകത്താ? ഞാൻ എന്റെ അപ്പോട്ടിനെ കുറിച്ച് ഓർത്തു പോയതാ. ഇപ്പൊ ഏത് ഫ്ലൈറ്റിലായിരിക്കോ? ആളെങ്ങനെയാ? പണ്ട് നീ കോളേജ് വെച്ച് പറയാറുള്ളത് പോലെ? അതെ, അതിനേക്കാൾ അപ്പുറത്ത്. ആ, നിനക്കെന്റെ അപ്പോട്ടിനെ കുറിച്ച് കേൾക്കണോ? വില കൂടിയ ലോട്ടോ ഷൂ, റെയ്മൻസിന്റെ പാന്റേ ധരിക്കൂ, സോഡിയാക്കിന്റെ ബെൽറ്റ്, സദാ കളർഫുൾ കോട്ട്, കഴുത്തിൽ മുറുകി കിടക്കുന്ന ടൈ. ആ പിന്നെ റേബൻ ഗ്ലാസ് ഉപയോഗിക്കൂ. മൊത്തത്തിൽ കണ്ട സിനിമാ നടന്മാര് പോലും തോറ്റുപോകും. ഓ എന്റെ ദൈവമേ, എത്ര ദിവസമാണ് തുടങ്ങിയിട്ട്? ഇനി ഇതൊന്ന് മാറ്റിയില്ലേ? നിനക്കൊക്കെ ഞാൻ ശമ്പളം തരുന്ന വെറുതെ? ഇവരൊക്കെ കൂടി എന്നെ കുത്തോളെ എടുപ്പിക്കും. ഓഹോ, ഈ തുരുമ്പൊക്കെ ഇനി ഇവിടുന്ന് തൂക്കി മാറ്റിയില്ലേ? ഇപ്പൊ തീരുമാനം നല്ല ഒന്നാന്തര ഇരുമ്പ് തന്നെ. തുരുമ്പെന്നും പറഞ്ഞ് വില കുറച്ചേക്കല്ലേ. എത്ര 99 എത്ര? 99 വരില്ലല്ലോ. അത്രയും വരും. എത്രയും വരും? കാലം തികച്ചു പറയടാ. തേക്കാൻ ബാക്കി നിങ്ങൾ തരുമോ? എത്ര? 99 കാലല്ലേ? 30, 60, 90, 50. 200. 200ന്റെ കൂടെ 50 കൂടെ കൂട്ടിക്കോ. 200, 50, 250. ഓ, 200, 50, 250 തന്നെ. കണക്കൊന്നും തന്നെ പഠിപ്പിക്കല്ലേ. 200 ഉണ്ട്. പിടി വിട്. ആർക്കു വേണ്ടിയാ മുതലാളി ഇങ്ങനെ കാശുണ്ടാക്കുന്നത്? എന്തോ കാശുണ്ടാക്കുന്നത്? എനിക്കും എന്റെ ഭാര്യയ്ക്കും സുഖമായിട്ട് ജീവിക്കാൻ തന്നെയാ. എന്ത് വിഷമുണ്ടോ? ജീവിച്ചോ. ഇയാൾ ഇന്ന് മുഴുവൻ ഇത് വെച്ച് കളിച്ചോണ്ടിരിക്കും. ഒന്ന് വേഗം ആവട്ടോ. ചാടിച്ചാടി നില്ലടോ. ഇന്നെന്താ പതിവില്ലാത്തൊരു കൂൾ ഡ്രിങ്ക്സ് കൂടി? ഓ, പതിവായിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചോളണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇനി മുതൽ ഞാൻ ലൈഫ് ഇത്തിരി എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ കൊച്ചിരാമൻ എന്തിയെ? അവനെ ഞാൻ ലേലത്തിൽ പറഞ്ഞോണ്ടിരിക്കുക. ആഹാ, കൊച്ചിരാമൻ ഇപ്പൊ ലേലത്തിനൊക്കെ പോറായോ? എന്ത് കൊച്ചിരാമന് ലേലത്തിന് പൊയ്ക്കൂടെ? കൊച്ചിരാമനെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ലേലം വിളിയിൽ അവനെ പോലൊരു എക്സ്പെർട്ട്. ലേലം വിളി ജയിക്കാനായി ജനിച്ചവനാ അവൻ. വാശി അവന്റെ ഒരു വീക്ക്നെസ്, പ്രത്യേകിച്ചും എന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള വാശി. അങ്ങനെയാണ് കുട്ടികളെ ഞാൻ എങ്കിലും കണ്ടത്. ആലിസേ, ആന്റിക്ക് കുടിക്കാൻ വല്ലതും കൊടുത്ത്? ഞാൻ എപ്പോഴും കൊണ്ട്. ഈ കൊലക്കയറൊന്ന് ലൂസാക്കി തരാൻ പറ്റുമോ? എനിക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വിടേണ്ടി വരും. ഇങ്ങനെയാ കെട്ടുന്നത് അപ്പോട്ടാ? ഇത് കെട്ടുന്നവരൊക്കെ ശ്വാസം വിടാണ്ടാ നടക്കുന്നേ? അവരൊക്കെ ഇത് കെട്ടു മുമ്പേ ശ്വാസം മുഴുവൻ ഒന്നിച്ച് വലിച്ചെടുക്കുമായിരിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനി കോട്ടുകൂടിയുണ്ട്. അതെന്താ? ഞാൻ ഇപ്പൊ തന്നെ ഷർട്ട് അത് മാത്രം പോരെന്നേ. ഇവരുടെ കാര്യം ഇതും കൂടെ ഇട്ട് കഴിയുമ്പോ ഞാൻ ഉടനെ തന്നെ അന്ത്യശ്വാസം വലിക്കും. കൈക്കൊന്നും പറ്റില്ല. കൈ ഒടുക്കുന്നു. നീ എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച? എന്ത് ചിരിക്കുന്നേ? ഈ കോലം കെട്ടിച്ചിട്ട് അത് കണ്ടപ്പോ ചിരി വരുന്നുണ്ടല്ലേ? ചിരിച്ചോ? അതല്ല അപ്പോട്ടാ, പിന്നെ നല്ല സ്റ്റൈലായിരിക്കുന്നു. സായിപ്പിന്റെ വേഷം ഇരുമ്പ് വെച്ചോടക്കാരന് ചേരുവെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്ന് നടന്നേ. അയ്യോ, ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. എന്തിനാ? എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഇതിടുമ്പോ നടത്തം മാറുമോ? ആ, മാറും. നടന്നേ. നടക്കാൻ. അയ്യോ, അങ്ങനെയല്ല. ഇങ്ങോട്ട് നോക്ക്. കൈയൊക്കെ ഇങ്ങനെ നീട്ടി, തലയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ച് നല്ല സ്മാർട്ടായിട്ട് നടക്കണം. എവിടെ? നടന്നേ. സ്മാർട്ടായിട്ടല്ലേ? നടക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം. ആ, പിന്നെ ഞാൻ ആദ്യം ചെല്ലാം. കുറച്ചു കഴിഞ്ഞ് ഞാൻ അപ്പോട്ടാന്ന് നീട്ടി വിളിക്കും. അപ്പൊ ദേ ഇങ്ങനെ എല്ലാവരും വിഷ് ചെയ്ത് ഇറങ്ങി വരണം. എന്റെ അപ്പോട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇങ്ങനെ രേണു, ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക്സ്. നീ എന്താ വരാത്തെന്ന് ആലോചിക്കായിരുന്നു. പിന്നെ വരാതിരിക്കാനോ? നിന്റെ ആളെ കാണാനുള്ള തിടുക്കത്തിലാ ഞാൻ. ചെറിയൊരു സമ്മാനം. എന്റെ പൈലറ്റ് നിന്റെ ഹസ്സിന് വേണ്ടി വാങ്ങിയ സൂട്ടാ. ഈ സൂട്ട് കാണുമ്പോഴെങ്കിലും ഫ്ലൈറ്റിൽ വെച്ച് നിന്റെ ആളെ എന്റെ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. താങ്ക് യു മോളെ. ഒറ്റയ്ക്ക് മടങ്ങി പോവേണ്ടതാ. നിന്റെ ആളെ ഒന്ന് വിളിക്കേ.
കണ്ടിട്ട് ഇത്തിരി ചാപ്പാടും കഴിച്ച് വേഗം സ്ഥലം വിടേണ്ടതാ. പുള്ളിക്കാരൻ റെഡിയായി താഴെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാ സ്റ്റേറ്റ്സിൽ ഒരു കോള് വന്നത്. ഇപ്പൊ വിളിക്കാട്ടോ. അപ്പോട്ടാ എന്തായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വേഷത്തിൽ? എന്നും ഇടാറുള്ള പാന്റും കോട്ടും മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാവരും മുന്നിൽ വരാന്ന് അപ്പോട്ട് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിളാ. അതെ, സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരൻ ചേരില്ല. അത് അപ്പോട്ടിന്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയായിരുന്നു. നിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. ഞാൻ നാൻസി സാമുവൽ. നാൻസി സാമുവൽ എന്ത് ചെയ്യുന്നു? രേണുവായി ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നാ. ഇപ്പൊ ഇവിടെ സെറ്റിൽഡാ. ഹസ്ബൻഡ് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റാ. 5 അടി ഉയരം, ഒത്ത ശരീരം, നല്ല വെളുത്ത നിറം. മിസ്റ്റർ അപ്പുക്കുട്ടൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. കാണാൻ ഒരു വഴിയുമില്ല. എന്റെ അടുത്ത് വേണ്ടി തമാശ. സദാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്ലൈറ്റില്ല, ഭൂമി കൂടി യാത്ര ചെയ്യാൻ തന്നെ എനിക്ക് പേടിയാ. പിന്നല്ലേ ആകാശത്തൂടി. എനിക്ക് ഒരു പഴയ സ്കൂട്ടറുണ്ട്, ഞാൻ അതിലാ യാത്ര ചെയ്യാറ്, ലാംബി. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തിയപ്പോ തൃപ്തിയായില്ലേ അപ്പോട്ടിന്? നാണം കെടാൻ തുണി കൊടുക്കാതെ ഒന്നും അല്ലല്ലോ ഞാൻ അവരോട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. നേരിയ മംഗലത്ത് വീട്ടിൽ അപ്പുക്കുട്ടൻ അസൽ അപ്പുക്കുട്ടനായിട്ട് തന്നെയാ വന്നത്. ഇല്ല, എന്റെ ജീവിത അവസാനം വരെ ഞാൻ ഈ നാണക്കേട് മറക്കില്ല. മറക്കാതിരിക്കാനും വേണ്ടി അത്ര വലിയ പ്രശ്നമൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. നീ കെട്ടിത്തന്ന ആ വേഷം എനിക്ക് തീരെ ചേരുന്നില്ല. അതാണ് എനിക്ക് ചേരുന്ന ഈ വേഷം ഇട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നത്. കേട്ടില്ലേ, ആ കോലത്തിൽ അങ്ങോട്ട് വന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവരൊരു ചിരി എന്റെ തൊലി ഉരിഞ്ഞു പോയി. സാരമില്ല, ഉരിഞ്ഞു പോയ തൊലി വീണ്ടും വരും. പിന്നെ ചിരിയുടെ കാര്യം, സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലും അത് കണ്ട് ഇന്ന് ചിരിക്കുന്ന മക്കളുണ്ട് ഇവിടെ. ഈ കവളൊന്ന് കോഷ്ടിച്ച് പല്ലിങ്ങനെ പുറത്ത് കാണിച്ച അതിന്റെ പേരാ ചിരി. അതിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് ആദ്യം നീ മനസ്സിലാക്ക്. എന്തിനാ ഏതിനാ അപ്പോട്ടിന് മറുപടി പറയാൻ അറിയാം. പക്ഷെ ഞാനാണ് അവിടെ തളർന്നെന്ന് അപ്പോട്ട് മനസ്സിലാക്കിയില്ല. നീ ഇങ്ങനെ ചൂടാവുന്ന എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ക്ഷണിച്ച അതിഥികളിൽ നിന്റെ ആ ഡോക്ടർ വന്നില്ല, അതല്ലേ കാര്യം? ഡോക്ടർ എന്റെ ആരാ? ഞാൻ ക്ഷണിച്ചവരൊക്കെ എന്റെ ആരാ? അവരുടെ ആർഭാടം കാണാനോ അവരുമായി ചങ്ങാത്തം കൂടാനോ അല്ല ഞാൻ അവരെ ക്ഷണിച്ചത്. പിന്നെ എന്തിനാ ക്ഷണിച്ചത്? എന്റെ ഭർത്താവിനെ, എന്റെ അപ്പോട്ടിനെ എല്ലാവരുടെയും മുന്നിൽ അന്തസ്സായി പ്രദർശിപ്പിക്കാനായി ഞാൻ ഒരുങ്ങിയത്. പ്രദർശിപ്പിക്കാൻ ഞാനതൊന്ന് പ്രദർശന വസ്തുവോ? ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. നിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ ഇതുവരെ തടസ്സം നിന്നിട്ടില്ലല്ലോ. ഈ ചെറിയൊരു കാര്യം നീ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഞാൻ ഓർത്തില്ല. ക്ഷമിക്ക്, ഇനിയും വെഡിങ് ആനിവേഴ്സറികൾ വരില്ലേ? നമുക്ക് ഒരു കൊച്ചപ്പുക്കുട്ടം പറക്കട്ടെ. അവനെ നീ ആഗ്രഹിക്കുന്ന പോലെ പാന്റും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വലിയൊരു ടൈയും ഒക്കെ കെട്ടി അസലൊരു സായിപ്പ് കുട്ടിയായിട്ട് വളർത്തണം. പോരെ? ചിരിക്കടോ, ചിരിക്കടോ. ഇന്ന് ചിങ്ങ ഒന്നായിട്ട് നിന്റെ ഈ മുഖമാണ് കണി. രേണു, ഇന്ന് എന്ത് സംഭവിച്ചാലും അതുപോലെ തന്നെ ഈ വർഷം മുഴുവൻ സംഭവിക്കുന്ന പ്രമാണം. അതുകൊണ്ട് അരുതാത്തൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കേ. വല്ലതും പറ്റിയോ? വല്ലവനുമല്ല, എന്റെ നെറ്റിക്കാ പറ്റിയത്. മുറിഞ്ഞ ബെസ്റ്റ് കണി. സാർ, പാൽ. ഓ, ആ മുടിഞ്ഞ പാൽക്കാരനാ. 1-ാം തീയതിയായിട്ട് ആ ശകനം കെട്ടവൻ വീട്ടിനകത്ത് കാലെടുത്ത് വച്ചാലേ മുടിഞ്ഞ്. വേണ്ട വേണ്ട, ഇങ്ങനെ അകത്തോട്ട് വരണ്ട, പാല് പുറത്ത് വെച്ചിരുന്നാ മതി. എന്താ പോട്ടെ എങ്ങനെയൊക്കെ? എങ്ങനെയൊക്കെ? നീ ഒരു അക്ഷരം മിണ്ടണ്ട. കഴിഞ്ഞ വർഷം 1-ാം തീയതിയിലെ ഗുണവിശേഷങ്ങളൊക്കെ അറിയാലോ. ആ വർഷം മുഴുവൻ അനുഭവിച്ച ഞാനാ.